പ്രപഞ്ചത്തിന്റെ ഏറ്റവും അടിസ്ഥാനപരമായ രഹസ്യങ്ങൾ, അതായത് അതെങ്ങനെയുണ്ടായി, എന്തുകൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത് എന്നൊക്കെയുള്ള വലിയ ചോദ്യങ്ങളുണ്ടല്ലോ. ആ ചോദ്യങ്ങളുടെ ഉത്തരം തേടാൻ ശാസ്ത്രലോകത്തെ സഹായിക്കുന്ന ഒരു ഭീമൻ സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അതാണ് ഇന്റർസെക്റ്റിംഗ് ബീം ആക്സിലറേറ്ററുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് വളരെ ലളിതമായൊരു ഉദാഹരണത്തിൽ നിന്ന് തുടങ്ങാം. ഒരു കാർ ഒരു മതിലിൽ ഇടിക്കുന്നതും രണ്ട് കാറുകൾ നേർക്കുനേർ വന്നിടിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? ഊർജത്തിന്റെ കാര്യത്തിൽ വലിയ വ്യത്യാസമുണ്ടല്ലേ? ഈ ഒരു ചെറിയ ആശയത്തിലാണ് നമ്മൾ ഇന്ന് ചർച്ച ചെയ്യുന്ന മുഴുവൻ വിഷയവും ഒഴിഞ്ഞിരിക്കുന്നത്. അപ്പോ ഈ കാർ ഇടിക്കുന്ന ഉദാഹരണം മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് പാർട്ടിക്കിൾ ആക്സിലറേറ്ററുകളെപ്പറ്റി സംസാരിക്കാം. അതായത് അതിസൂക്ഷ്മ കണങ്ങളെ അതിവേഗത്തിൽ പായിച്ച് കൂട്ടിയിടിപ്പിക്കുന്ന ഭീമാകാരമായ യന്ത്രങ്ങൾ. പ്രധാനമായും രണ്ട് രീതിയിലാണിത് ചെയ്യുന്നത്. നമുക്കതേതൊക്കെയാണെന്ന് നോക്കാം. അതിൽ ആദ്യത്തെ രീതി നമ്മൾ നേരത്തെ പറഞ്ഞ കാർ മതിലിൽ ഇടിക്കുന്നതുപോലെ തന്നെയാണ്. ഇവിടെ അതിവേഗത്തിൽ വരുന്ന കണികകളുടെ ഒരു ബീമിനെ നിശ്ചലമായിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്ക് ഇടിച്ചു കയറ്റുന്നു. ഇതിനെയാണ് നമ്മൾ ഫിക്സ്ഡ് ടാർഗറ്റ് രീതിയെന്ന് പറയുന്നത്. കുറേ കാലമായി ശാസ്ത്രജ്ഞർ ഉപയോഗിക്കുന്ന ഒരു രീതിയാണിത്. ഇനി രണ്ടാമത്തെ രീതി, ഇവിടെയാണ് കാര്യങ്ങൾ ശരിക്കും ആവശ്യകരമാകുന്നത്. ഇതാണ് ഇന്റർസെക്റ്റിംഗ് ബീം ആക്സിലറേറ്റർ. രണ്ട് കാറുകൾ നേർക്കുനേർ കൂട്ടിയിടിക്കുന്നതുപോലെ ഇവിടെ കണികകളുടെ രണ്ട് ബീമുകളെ നേർ വിപരീത ദിശകളിൽ നിന്ന് അതിവേഗത്തിൽ പായിച്ച് ഒരൊറ്റ പോയിന്റിൽ വെച്ച് കൂട്ടിയിടിപ്പിക്കുന്നു. ഒന്നാലോചിച്ചു നോക്കൂ, രണ്ട് കാറുകൾ നേർക്കുനേർ ഇടിക്കുമ്പോഴുണ്ടാകുന്ന ആഘാതം എത്ര വലുതായിരിക്കും. അതുപോലെ തന്നെയാണ് ഇവിടെയും. കണങ്ങളിങ്ങനെ നേർക്കുനേർ കൂട്ടിയിടിക്കുമ്പോൾ ഭീമമായ ഊർജ്ജമാണ് അവിടെ ഉണ്ടാകുന്നത്. ഈ ഊർജ്ജത്തിൽ നിന്നാണ് ശാസ്ത്രജ്ഞർക്ക് പുതിയതും അത്യപൂർവവുമായ കണങ്ങളെ സൃഷ്ടിക്കാൻ കഴിയുന്നത്. അപ്പോ ഈ രണ്ട് രീതികളും തമ്മിലുള്ള വ്യത്യാസം എത്രത്തോളമുണ്ടെന്നറിയാമോ? 10 മടങ്ങ്, ചിലപ്പോൾ 1000കണക്കിന് മടങ്ങ് കൂടുതലാണ് നേർക്കുനേർ കൂട്ടിയിടിപ്പിക്കുമ്പോൾ കിട്ടുന്ന ഊർജ്ജം. ഇത് ശരിക്കും ശാസ്ത്രലോകത്തിനു മുന്നിൽ പുതിയ കണ്ടെത്തലുകളുടെ ഒരു വലിയ വാതില് തന്നെയാണ് തുറന്നുകൊടുത്തത്. പിന്നെ ഒരു കാര്യം കൂടി ഓർത്തുവെച്ചോളൂ. ഈ ഇന്റർസെക്റ്റിംഗ് ബീം ആക്സിലറേറ്ററുകളെ കൊളൈഡിംഗ് ബീം ആക്സിലറേറ്ററുകൾ എന്നും പറയാറുണ്ട്. പേരിൽ കൺഫ്യൂഷൻ വേണ്ട, രണ്ടും ഒന്നു തന്നെയാണ്. ശരി, ഇതുവരെ നമ്മൾ ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് മനസ്സിലാക്കി. ഇനി അടുത്ത ചോദ്യം, എന്തിനാണിതൊക്കെ ചെയ്യുന്നത്? എവിടെയാണ് ഈ ഭീമാകാരമായ യന്ത്രങ്ങൾ ഉപയോഗിക്കുന്നത്? നമുക്ക് നോക്കാം. ഇപ്പോ നിങ്ങളുടെയെല്ലാം മനസ്സിൽ ഒരു ചോദ്യം വരുന്നുണ്ടാകും അല്ലേ? എന്തിനാണ് ഇത്ര ഭീമമായ അളവില് ഊർജം സൃഷ്ടിക്കുന്നത്? എന്താണ് ഇതിന്റെ എല്ലാം യഥാർത്ഥ ലക്ഷ്യം? അതിന്റെ ഉത്തരം വളരെ ലളിതമാണ്, പക്ഷേ അത്രയേറെ പ്രധാനപ്പെട്ടതുമാണ്. ഈ അതിഭീമമായ ഊർജമുപയോഗിച്ച് നമ്മൾ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത പുതിയ തരം കണങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. പ്രപഞ്ചത്തിന്റെ അടിസ്ഥാനപരമായ നിയമങ്ങൾ എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും ആഴത്തിൽ മനസ്സിലാക്കാൻ ഇത് നമ്മളെ സഹായിക്കും. ഓക്കെ, അപ്പോ ഈ അത്ഭുതകരമായ ശാസ്ത്ര പരീക്ഷണങ്ങളെല്ലാം ഭൂമിയിൽ എവിടെയാണ് നടക്കുന്നത്? നമുക്ക് ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില കേന്ദ്രങ്ങളിലേക്ക് ഒന്ന് കണ്ണോടിക്കാം. സ്വിറ്റ്സർലൻഡിലെ സേൺ, ജർമ്മനിയിലെ ഡെസി, അമേരിക്കയിലെ SLAC, ഇതൊക്കെ ലോകത്തിലെ തന്നെ ഏറ്റവും പ്രശസ്തമായ ഗവേഷണ കേന്ദ്രങ്ങളാണ്. ഇവിടെയാണ് ഈ ഭീമൻ യന്ത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഓരോ ദിവസവും ശാസ്ത്രത്തിന്റെ പുതിയ ചരിത്രം ഇവിടെ എഴുതി ചേർക്കപ്പെടുന്നു. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സാങ്കേതികവിദ്യ ശാസ്ത്രത്തിന്റെ വിശാലമായ ലോകത്ത് എവിടെയാണ് നിൽക്കുന്നത് നമുക്ക് നോക്കാം. വളരെ ലളിതമായി പറഞ്ഞാൽ, കണികകളെ കൂട്ടിയിടിപ്പിച്ച് ഏറ്റവും ഉയർന്ന ഊർജം നേടാനുള്ള ഏറ്റവും മികച്ച മാർഗം ഇന്ന് ഇത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ലോകമെമ്പാടുമുള്ള സർവകലാശാലകളിൽ ഫിസിക്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇത് ഒഴിച്ചുകൂടാനാവാത്തൊരു വിഷയമായി മാറുന്നത്. ഇത് കേവലം ഒരു യന്ത്രം മാത്രമല്ല, മറിച്ച് ആധുനിക ഭൗതികശാസ്ത്രത്തിലെ വലിയൊരു പഠനശാഖയുടെ ഭാഗമാണ്. വലിയ ആക്സിലറേറ്റിംഗ് മെഷീനുകളുടെ വളർച്ചയും ഭാവിയും എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ മേഖല നിരന്തരം വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണ്. അപ്പോ അടുത്ത വലിയ കൂട്ടിയിടി പ്രപഞ്ചത്തിന്റെ ഏത് അടിസ്ഥാന രഹസ്യമായിരിക്കും നമുക്ക് മുന്നിൽ തുറന്നു തരുന്നത്? ഒരുപക്ഷേ അത് നമ്മൾ ചിന്തിക്കുന്നതിനും അപ്പുറത്തുള്ള ഒന്നായിരിക്കാം. ആ കണ്ടെത്തലുകൾക്കായി നമുക്ക് കാത്തിരിക്കാം.